എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ടൈറ്റ് ഫ്രൈബ് കണ്ടിട്ട് ഞാൻ ഇരിക്കുന്ന ഈ വാഹനം നിങ്ങൾക്ക് മനസ്സിലായിട്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു യഥാർത്ഥ വണ്ടി ഭ്രാന്തനാണ്. അപ്പോൾ വണ്ടി ഭ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിലിപ്പുള്ള ഈ വണ്ടി ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഏതാ വണ്ടി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 5 വണ്ടികളുടെ ഇതിൻ്റെ മാത്രം ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ നമുക്ക് ഓണറോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആള് റൈസ് ബായ്. സ്വാഗതം. വെൽക്കം. എന്താ ഷോറൂമിൻ്റെ പേരെന്താ? വൈസ് വീൽസിലാണ് നമ്മളുള്ളത്. മലപ്പുറം അറവങ്കരയാണ് അല്ലേ ലൊക്കേഷൻ വരുന്നത്. മലബാർ കൺവെൻഷൻ സെൻ്റർ ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതാണ് ലൊക്കേഷൻ. അപ്പോൾ എത്ര നാളായി ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട്? നമ്മളിപ്പോൾ ഷോപ്പായിട്ട് ഇപ്പോൾ തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം 2 മാസം ആയി. അതായത് ലീഗലായിട്ട് തുടങ്ങിയത്. ജി എസ് ടി കാര്യങ്ങൾ. അതിൻ്റെ മുന്നേ നമ്മൾ ഏകദേശം നമ്മളെ വൈസ് വീൽസിൻ്റെ പേജ് ഉണ്ട്, ഏകദേശം 2 വർഷം മുന്നേ റൺ ചെയ്യുന്നുണ്ട്. പുറമെ അതുപോലെ മെയിൻ നമ്മൾ എന്തായിരുന്നു വെച്ചാൽ ഡൽഹിയിൽ നിന്ന് ഡീലർമാർക്ക് വണ്ടി എടുത്തു കൊടുക്കലായിരുന്നു. അപ്പോൾ അത് നിർത്തി ഇപ്പോൾ നാട്ടിൽ സെറ്റിൽ ആകുന്ന ഇതിൽ തുടങ്ങിയ ഒരു ഓഫീസാണ്. അപ്പോൾ എങ്ങനെ പജേറോ മാത്രമാണോ ചെയ്യുന്നത്? ഇപ്പോൾ പജേറോ മാത്രമാണ് ചെയ്യണത്. പുറമെ ഓരോരുത്തർക്ക് ഡിമാൻഡ് അനുസരിച്ച് വണ്ടികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്ക് പജേറോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഓക്കെ. അപ്പോൾ ഇത് ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഭ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള എപ്പിസോഡാണ്. കാരണം വേറെ വണ്ടികളൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ, ഈ ഐറ്റംസ് മാത്രമേ ഉള്ളൂ, ഈ കാണുന്ന പുറകെ കാണുന്ന ഐറ്റംസ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെയാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ. ഇത് ഓരോന്നും ഓരോ രജിസ്ട്രേഷനാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, വീണ്ടും മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. ഇത് മാത്രമാണോ സ്റ്റോക്കുള്ള? ഇപ്പോൾ ഇത് മാത്രമല്ല, ഓൾറെഡി ഇപ്പോൾ വർക്ക് കഴിഞ്ഞാൽ ഇത് 2 മാത്രമേ ഉള്ളൂ. ഈ 5 വണ്ടികൾ മാത്രമേ ഉള്ളൂ. പുറമെ ഇനി 2 വണ്ടികൾ വർക്കിങ് കയറ്റിയിട്ടുണ്ട്, അത് വരാനുണ്ട്. ഈ പജാർ എടുക്കുമ്പോൾ പലർക്കും ഇതിന്റെ സർവീസിനെ പറ്റി ആയിരിക്കും. അതിനെപ്പറ്റി നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? സർവീസ് പൊതുവെ നമ്മൾ അത്യാവശ്യം വണ്ടീൻ്റെ വർക്ക് കാര്യങ്ങൾ കഴിച്ചിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കല്. അത്യാവശ്യം ഓയിൽ അതുപോലെ ഫുൾ A to Z നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ. അവർക്ക് പിന്നീട് സർവീസ് ചെയ്യാനുള്ള ഇതും കാണിച്ചു കൊടുക്കാം. പിന്നെയും കാണിച്ചു കൊടുക്കും. പുറമെ സ്പെയർ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യ വാഹനം മഹാരാഷ്ട്രയിൽ തന്നെ തുടങ്ങാം. ഒരു ഗ്രേ കളറാണ് കാണുമ്പോൾ, പെട്ടെന്നൊരു ബ്ലാക്ക് പോലെ ഉണ്ടാവും അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ ഇത് സെക്കൻഡ് ഓണർ 2009 മോഡൽ. 2009 സെക്കൻഡ് ഓണർഷിപ്പാണ്. നിലവിൽ ഇപ്പോൾ പേപ്പർ ഇങ്ങോട്ടേക്ക് മാറിയിട്ടില്ല. പേർക്ക് വേണമെങ്കിൽ നമുക്ക് NOC ചെയ്ത് കൊടുക്കാം. ഓക്കെ. പുറമെ നോ റീപ്ലേസ് ആണ്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 4x4 യൂസ് ചെയ്യാത്ത വണ്ടിയാണ്. 4x4 ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഓണർ നമുക്ക് അതിന് ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. അതുപോലെ മീറ്ററിൽ കറക്റ്റ് കാണിക്കും. 4x4 ഇടുമ്പോൾ അതിൻ്റെ വാണിങ് A to Z കറക്റ്റ് കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള വണ്ടിക്കൊക്കെ അപൂർവം നമുക്ക് കിട്ടുന്നതനുസരിച്ച് അപൂർവം കാണിക്കല്, പക്ഷെ ഇത് പക്ക കറക്റ്റ് ഇതാണ്. ഓക്കെ. കൊണ്ടോട്ടി എയർപോർട്ട് ഇവിടെ അടുത്താണ്, അതാണ് ഫ്ലൈറ്റിന്റെ സൗണ്ടിങ്ങനെ കേൾക്കുന്നത്. ഓക്കെ. ക്ലെയിം ഒന്നുമില്ല അല്ലേ? ക്ലെയിം ഒന്നുമില്ല. എല്ലാ വർക്കും തീർത്ത് വെച്ചേക്കാം. എല്ലാ വർക്കും തീർത്ത് വെച്ചാണ്. നോ റീപ്ലേസ് ആണ്, നോ ടച്ചപ്പ് ആണ്. പിന്നെ അത്യാവശ്യം ഹൈബ്രിഡ് ക്ലച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സ്ട്രാ വീൽ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ചെയ്തിട്ടുണ്ട്. പുറമെ ലെതർ സീറ്റ് ആണ് വരുന്നത്. സ്റ്റൈലിഷ് ആണ്. ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? പേപ്പർ എങ്ങനെയാ? ഇതിന്റെ പേപ്പർ എടുത്തിട്ട് എങ്ങനെയാ കൊടുക്കുന്നത്? പേപ്പർ വേണമെങ്കിൽ നമ്മൾ നമ്പർ ആക്കിയിട്ട് കൊടുക്കും. നമ്പർ ആക്കുമ്പോൾ എന്താ വെച്ചാൽ ഓണർഷിപ്പ് കൂടും. ഓൾറെഡി നമ്മളെ പേർക്ക് ആക്കി പിന്നെ പേര് നെയിം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഓണർഷിപ്പ് കൂടും. ഓക്കെ. അപ്പോൾ പൊതുവെ നമ്മൾ എന്താ ചെയ്യല് വെച്ചാൽ അവരുടെ പേർക്ക് NOC കൊടുക്കുക ചെയ്യല്. പുറമെ രജിസ്റ്റർ അല്ല ഏജന്റിന് നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവരുടെ പേരിൽ അവരുടെ ഓക്കെ. അപ്പോൾ ഇത് എത്ര കൊടുക്കുക NOC? ഇത് നമ്മൾ NOC 8 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇത് പുതിയ ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്രയാവും ടാക്സ് അടിച്ച് മാറണമെങ്കിൽ? ഇതിപ്പോൾ ഏകദേശം 20 രൂപ ലെവലേ വരുള്ളൂ. കാരണം ഓൾറെഡി ഫിറ്റ്നസ് കാര്യങ്ങളും ഒക്കെ അവിടുന്ന് എടുത്തിട്ടാണ് പോകുന്നത്. ഓക്കെ. 20,000 രൂപയാണ്, വേറെ ചിലവൊന്നുമില്ല. ഓക്കെ. അപ്പോൾ 4x4 2009 പജേറോ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ലോണും കാര്യം ഒന്നും ചാൻസ് ഇല്ല ഈ വണ്ടിക്ക്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ബുൾഡോഗ് രാജസ്ഥാൻ രജിസ്ട്രേഷനാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് ഫസ്റ്റ് ഓണറാണ്, പക്ഷേ NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ അതിൻ്റെ ഇവിടെ KL 10 നമ്പർ ആക്കിയിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ട് വരും. ഓക്കെ. ഏതാ മോഡൽ? 2008 മോഡല്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് വണ്ടി. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഇല്ല, പക്ഷേ ക്രാക്ക് ഉണ്ട്. അതിന് എന്തായാലും നമ്മൾ ചെയ്ത് കൊടുക്കും. റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇതും അഡീഷണൽ ടയർ കാര്യങ്ങൾ വീലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ.
4x4 തന്നെ. എത്രയാ ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ കേരള നമ്പർ ആക്കിയിട്ട് 7-10 നമ്മൾ ലാസ്റ്റ് ചെയ്ത് കൊടുക്കും. 2008 വണ്ടി കേരള നമ്പർ ആക്കിയതിന് ശേഷം 7,10,000 രൂപയ്ക്ക് 2029 വരെ പേപ്പറും ഉണ്ടാവും. 29 വരെ പേപ്പർ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പാർട്സ് കാര്യങ്ങളൊക്കെ ഇവർ മൊത്തത്തിൽ അറേഞ്ച് ചെയ്ത് അതിനൊന്നും പേടിയാണ്ട. ഓക്കെ. അപ്പോൾ ധൈര്യത്തിൽ കൊണ്ടുപോകാം. ഒരാഗ്രഹം തീർക്കേണ്ടവർക്ക് എന്തായാലും എടുത്ത് കൊണ്ടുപോകാം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഗുജറാത്ത്. എല്ലാ സ്റ്റേറ്റും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ഗുജറാത്ത് വണ്ടി എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2011 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത്. ഇപ്പം NOC കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. 6 പേർക്ക് വേണ്ട അവർക്ക് എടുത്തു തരും. നിങ്ങളെ ഏത് ആർട്ടിയിലേക്ക് വേണമെങ്കിൽ എടുത്തു തരും. ഓക്കെ. ബാക്കി സ്റ്റോക്ക് വണ്ടി. ഇത് കിലോമീറ്റർ എത്രയാ? ഇത് 1,07,000. നേരത്തെ കണ്ടത് നമ്മൾ കിലോമീറ്റർ വിട്ടു 1,57,000. റെഡ് ആദ്യം കണ്ടത് നമ്മൾ 1,55,000. രണ്ടാമത് കണ്ട റെഡ് 1,35,000. ഓക്കെ. ഇത് 1,07,000. ഓക്കെ. അപ്പോൾ മേജർ ക്ലെയിമും കാര്യമൊന്നുമില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അത് കമ്പനിയിൽ നിന്ന് മാറ്റിയതാണ്. ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. ഓക്കെ. സ്റ്റോക്ക് കണ്ടീഷൻ. ടയർ മുതൽ A to Z, ലൈറ്റ്, അതുപോലെ മിറർ കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഒറിജിനൽ പെയിന്റാ. പമ്പർ മാത്രമാണ് ഞാൻ ടച്ചപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒറിജിനൽ പെയിന്റ്. ഓക്കെ. അപ്പോൾ 2011 മോഡൽ 4x4. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് നമ്പർ ആക്കിയിട്ട് 8,60,000 കൊടുക്കാം. 8,60,000 രൂപ കേരള നമ്പർ ആക്കിയതിന് ശേഷമാണ് ഈ ഒരു എമൗണ്ട്. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും നമ്മൾ മഹാരാഷ്ട്രയിലെത്തി. ഇതും അതേ കളർ അല്ലേ ആദ്യം കണ്ടേ? അതേ കളർ, സെയിം കളർ തന്നെ, ഗ്രേ ആണ്. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാ ട്രക്കിന് കൊണ്ടുവരാണോ അതോ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരുമോ? ഇത് ഞാൻ പൂനെന്ന് ഓടിച്ചു പോകുന്നതാണ്. ശരി. അതുപോലെ ഇത് MP ഓടിച്ചു പോകുന്നതാണ്. ഇത് രാജസ്ഥാൻ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്നത് രാജസ്ഥാനാണ്. ഏകദേശം 2,400 കിലോമീറ്ററും ഏകദേശം ഡ്രൈവിംഗ് തന്നെ ഏകദേശം ഒരു മെക്കാനിക്കൽ അവസ്ഥ അറിയാൻ പറ്റുമല്ലോ അല്ലേ? ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും അറിയാൻ പറ്റും. ബാക്കി ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ? ഇത് സെക്കൻഡ് ഓണറാണ്. 2009 മോഡല്. ഓക്കെ. ഒറിജിനലാ. അതായത് പെയിന്റ് മുതൽ മെയിൻ ഗ്ലാസ് വരെ പക്ക ഒറിജിനലാണ്. ലൈറ്റ് ഒറിജിനലാണ്. അതുപോലെ ടയർ സ്റ്റോക്ക് ടയർ അത്യാവശ്യം 95% ടയറും ഉണ്ട്. ഓക്കെ. ഒന്നും ചെയ്യാനില്ല. പക്ക സ്റ്റോക്ക്. ഇപ്പൊ NOC-ലാണ് ഇത് കൊടുക്കുന്നത് അതോ? NOC ആർക്ക് വേണ്ട അവരെ പേർക്ക് നമ്മൾ NOC എടുത്ത് കൊടുക്കാം. ഓക്കെ. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? ഇതിപ്പോ നമുക്ക് നമ്പർ ആക്കിയിട്ട് 7,80,000 റുപ്യക്ക് കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ. നിങ്ങളുടെ NOC-യിൽ അവിടെ എടുത്തിട്ട് നമ്പർ ആക്കിയിട്ട് കൊടുക്കും. 7,80,000. 2009 മോഡൽ ഈ ഒരു പജറോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിനൊക്കെ ഏകദേശം സർവീസ് കോസ്റ്റ് ഒക്കെ എത്ര വരുന്നുണ്ട് നമ്മൾ പുറത്തും ചെയ്യുമ്പോൾ സാധാരണ? ഏകദേശം ഇപ്പം ഓയിൽ ഫിൽറ്ററിന് ഏകദേശം നമുക്ക് 1,000-1,200 രൂപ ഒറിജിനലിന്. ഓക്കെ. ചാത്തന പറയുമ്പോൾ അതിൻ്റെ മാറ്റുണ്ട്. അതുപോലെ ഓയിലിന് ഏകദേശം നമുക്ക് ഒരു 5,000 റുപ്യൻ്റെ ഓയിൽ 7 ലിറ്റർ ഓയിൽ വരും. 7 ലിറ്റർ. പിന്നെ ഏകദേശം നമുക്ക് ബ്രേക്ക് ഓയിൽ ഒക്കെ പിന്നെ കുറഞ്ഞ എമൗണ്ട് വരുള്ളൂ. പിന്നെ ഗ്രീസ് അടിക്കല്, അതുപോലെ മെയിനായിട്ട് 7,000-10,000 അതും വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. മേജറിന് നമുക്ക് റേറ്റ് വരുന്നത്. അത് ടൈമിംഗ് ചെയിൻ ഏകദേശം 1 ആകുമ്പോൾ മാറ്റുകയാണെങ്കിൽ ഏകദേശം ജപ്പാൻ്റെ ഒറിജിനലിന് ഏകദേശം 20,000 റുപ്യ ടൈമിംഗ് ചെയിന് വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടായി വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ അവസാനത്തെ പജേറോ. ഇത് മധ്യപ്രദേശ് വന്നതാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇതിപ്പം 2008 വണ്ടിയാണ്. ഇപ്പോൾ 4th ഓണർഷിപ്പിലുള്ളത്. ഓക്കെ. കേരള നമ്പർ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് കിലോമീറ്റർ ഇത് 96 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇത് ഞാൻ പാർക്ക് ആൻഡ് സെയിലിന് വന്ന വണ്ടിയായിരുന്നു. ഏകദേശം ഞാൻ അന്ന് കൊടുക്കുമ്പോൾ 70 സംതിങ് ആയിരുന്നു കിലോമീറ്റർ ഉണ്ടായിരുന്നത്. നിങ്ങൾ പാർക്ക് ആൻഡ് സെയിൽ വെച്ചാൽ സ്റ്റോക്ക് പക്ക സ്റ്റോക്ക് കണ്ടീഷനാണ്. റീപ്ലേസ് ഒന്നും ഇല്ല. പക്ഷെ മെയിൻ ഗ്ലാസ് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. അത് മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഓക്കെ. ചെറിയ ക്രാക്കാണ്, അത് മാറേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഗ്ലാസ് ആയിട്ട് തന്നെ അവിടെ നിലനിർത്തിക്കോട്ടെ. കല്ല് വന്ന് അടിച്ചതാ. ശരി. ഓക്കെ. എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? ഇതിപ്പോ പാർട്ടി നമ്മളോട് 7 ലക്ഷമാണ് ആസ്കിംഗ് പ്രൈസ് പറഞ്ഞത്. അഡ്ജസ്റ്റ് ചെയ്യാൻ ആക്കിയിട്ട് നമ്പർ ആക്കിയിട്ട് 7 ലക്ഷം. ഓക്കെ. എന്തായാലും അടിക്ക് എന്തായാലും വരും. അവര് ആസ്ക് ചെയ്യാൻ പറഞ്ഞത് 7 ലക്ഷമാണ്. അപ്പൊ എന്തായാലും ഇരിക്കുമ്പോൾ നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്.
നമുക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. മലപ്പുറം അറവങ്കരയാണ് ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു 5 വണ്ടി മാത്രമല്ല, ഇനിയും വരാനുണ്ട്. വർക്കിലുണ്ട് 11 ബ്ലാക്ക് വണ്ടി ഉണ്ട്, അതുപോലെ 12 വൈറ്റ് വണ്ടി ഉണ്ട്, പിന്നെ ഒരു ഗ്രേ വണ്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ മോഡൽ കൂടിയതുണ്ട് അല്ലേ? മോഡൽ കൂടിയതുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾ ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിൽ രേഖപ്പെടുത്തുക. അതേപോലെ പജേറോ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തുക. എങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, പജേറോ ഉപയോഗിക്കുന്ന ആളുകൾ, പിന്നെ പജേറോയുടെ പാർട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന സ്ഥലങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ നമ്മളെ കാണുന്നവർക്ക് ഉപകാരപ്പെടും, നമുക്ക് ഉപകാരപ്പെടും, എല്ലാവർക്കും ഉപകാരപ്പെടും. അതൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ ഷെയർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ബ്രോ. ഓക്കെ, ബൈ.